നമസ്കാരം. ഇന്ന് ഒരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. 2024 ജൂൺ 8 ഏനാത്ത് സെൻറ്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് നടത്തിയ അടൂർ കടമ്പനാട് ഭദ്രാസന സൺഡേ സ്കൂൾ അധ്യാപക സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും ലഭിച്ച ഒരു പുസ്തകമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ആ പുസ്തകം എനിക്കു മരിക്കണം എന്ന ഹാസ്യ നോവലാണ്. ഇത് രചിച്ചത് അടൂർ സെൻറ്റ് സേവ്യഴ്സ് കോളേജ് പ്രിൻസിപ്പാൾ ആയിരുന്ന വിരമിച്ച ഡോക്ടർ വർഗീസ് പേരയിൽ ആണ്. അടൂർ സ്വദേശിയും മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ കൂടാതെ സാംസ്കാരിക വേദി സംസ്ഥാന പ്രസിഡൻറ്റുമായ അദ്ദേഹം രചിച്ചതാണ് എനിക്കു മരിക്കണം എന്ന ഈ ഹാസ്യ നോവൽ. 12-ൽ പരം കൃതികൾ വിവിധ മേഖലകളിലായി സാഹിത്യലോകത്ത് വർഗീസ് പേരേലിൻ്റെ സംഭാവനയായി ഉണ്ട്. ഡോക്ടർ ജേക്കബ് സാംസണിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം കളിവീണ പബ്ലിക്കേഷനാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ. കേരള സർവകലാശാല മലയാള ഭാഗം മേധാവിയായി വിരമിച്ച പ്രശസ്ത സാഹിത്യകാരൻ കൂടിയായ ഡോക്ടർ ഡി ബെഞ്ചമിനാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ഭൂമിയും സ്വർഗവും നരകവും പശ്ചാത്തലമാക്കി ഒരു ഗ്രാമീണനും അധ്വാനിയുമായ കറിയാച്ചൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയാമ്മയുടെയും ജീവിതകഥയിലൂടെയാണ് ഈ ഹാസ്യ നോവൽ ആരംഭിക്കുന്നതും ഈ നോവൽ അവസാനിക്കുന്നതും. ഒരു കാലഘട്ടത്തിൻ്റെ നേർക്കാഴ്ച വരച്ചു കാട്ടുന്ന ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളും വളരെ രസകരമായി ഹാസ്യരൂപേണ ഈ നോവലിൽ വരച്ചു കാട്ടുന്നു. ഒരു ഇരിപ്പിൽ തന്നെ വായിച്ചു തീർക്കാവുന്ന രചനാ വൈഭവമാണ് ഈ ഹാസ്യ നോവലിൻ്റെ പ്രത്യേകത. പുത്തൻ പണക്കാരുടെ പൊങ്ങച്ചം, ആഡംബര ജീവിതം തുടങ്ങി വിവിധ സന്ദർഭങ്ങൾ വരച്ചു കാട്ടുന്ന ശവസംസ്കാരം, വിവാഹം തുടങ്ങി വിവിധ മുഹൂർത്തങ്ങൾ വളരെ ഹാസ്യാത്മകമായി ഈ നോവലിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. തിരുമേനിമാർ, പുരോഹിതർ, ആത്മായർ തുടങ്ങി കർഷകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പോലീസുകാർ തുടങ്ങി വിവിധ വ്യക്തിത്വങ്ങളെ നർമ്മഭാവനയോട് ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഹാസ്യ നോവൽ എനിക്കു മരിക്കണം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. നോവൽ എല്ലാവരും വാങ്ങി വായിക്കുന്നത് ഏറെ രസകരമായി എഴുതിയിരിക്കുന്ന ഒരു നോവൽ എന്നുള്ള നിലയ്ക്ക് നല്ലതാണ്. ഈ നോവൽ ചിരിക്കും ചിന്തയ്ക്കും വക നൽകുന്ന ജനനം മുതൽ മരണം വരെയും അത് കഴിഞ്ഞ് സ്വർഗവും നരകവും സൃഷ്ടിക്കുന്ന മരണാനന്തര ജീവിതവും പ്രതിപാദിക്കുന്ന ഈ ഹാസ്യ നോവൽ മലയാള സാഹിത്യലോകത്തിന് ഒരു മുതൽക്കൂട്ടാണ്. പ്രണയവും പഠനവും കച്ചവടവും യാത്രയും പ്രാർത്ഥനയും ധ്യാനവും കൃഷിയും കുടിയേറ്റവും ഒക്കെ ഇടകലർത്തി ഈ നോവൽ ഏറെ മികവുറ്റതാക്കിയിരിക്കുകയാണ്. ഇ വി കൃഷ്ണപിള്ള, സഞ്ജയൻ, സുകുമാർ, വേളൂർ കൃഷ്ണൻകുട്ടി എന്നിവർക്ക് ശേഷം അടൂരിന് അഭിമാനമായി ഒരു പുതിയ നാമം കൂടി ഹാസ്യ സാഹിത്യ മേഖലയിൽ ഉയർന്നു വന്നിരിക്കുന്നു. ഹാസ്യ സാഹിത്യ മേഖലയിൽ ഉയർന്നു വന്നിരിക്കുന്ന ആ പുതിയ നാമം ഡോക്ടർ വർഗീസ് പേരയിൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെല്ലാം ഏറെ പ്രയോജനകരവും വായനാ ലോകത്തിന് പുതുമയാർന്നതുമാണ്. സാഹിത്യലോകത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചെറിയ പുസ്തക വിവരണം നിർത്തുന്നു. നന്ദി, നമസ്കാരം.